സൗദിക്കിത മുട്ടൻ പണി കിട്ടിയിരിക്കുന്നു. പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധത്തിന്റെ കരിനിഴൽ വീണ്ടും കനക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതീവ ഗുരുതരമായ തലത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. താൽക്കാലിക വെടിനിർത്തൽ കരാർ തകർന്നതിനെ തുടർന്ന് US സെൻട്രൽ കമാൻഡ് തുടർച്ചയായ രാത്രികളിൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് പ്രതികാരമായി ഇറാഖിലെ അമേരിക്കൻ താവളങ്ങൾക്ക് പുറമെ സൗദി അറേബ്യ, ജോർദാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാന US സൈനിക ആസ്തികളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം വ്യാപിപ്പിച്ചു എന്ന വാർത്തകളും നമ്മൾ കണ്ടതാണ്. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം പരമാധികാരവും മണ്ണും പണയും വെച്ച് ഒപ്പം നിന്ന അറബ് രാഷ്ട്രങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രത്യാക്രമണം കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സ്വന്തം മണ്ണിൽ വിദേശ സൈന്യത്തിന് താവളമൊരുക്കിയതിന് ഇറാന്റെ അത്യാധുനിക മിസൈലുകളിലൂടെയും ഡ്രോണുകളിലൂടെയും അറബ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ കണക്കിന് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തകർച്ചയും നികത്താനാകാത്ത മാനുഷിക നഷ്ടങ്ങളുമാണ് ഈ രാജ്യങ്ങളെ ഒരേ സമയം ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം അമേരിക്ക സുരക്ഷിതമായിരിക്കുമ്പോൾ അവരുടെ കളിപ്പാവകളായി മാറിയ സൗദി അറേബ്യയും കുവൈത്തും ഖത്തറും അടക്കമുള്ള അറബ് ജനതയെ കാത്തിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വമ്പൻ നഷ്ടവും ദുരന്തവുമാണ് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും അവർ തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. അറബ് സാഹോദര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന ഇറാന്റെ ഇരകളല്ല ഇവരൊന്നും. യഥാർത്ഥ ശത്രു അമേരിക്കയാണെന്ന് ഇറാൻ പലതവണ തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ്. അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇവർ നൽകുന്ന പിന്തുണ അവസാനിപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ. സ്വന്തം രാജ്യത്തെ മരണക്കെണിയിലിട്ട് ഇവർ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? സൗദി അറേബ്യയ്ക്ക് അടക്കം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ വമ്പൻ തിരിച്ചടിയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അറബ് ലോകം ഇത് അർഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തണം. നമുക്ക് വിഷയത്തിലേക്ക് ആഴത്തിൽ തന്നെ കടന്നു ചെല്ലാം. പശ്ചിമേഷ്യൻ മണ്ണിൽ വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അസ്ഥിരത ഇപ്പോൾ ഒരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധത്തിന്റെ ഭീതിദത്തമായ തലത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സായുധ പോരാട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ അഭൂതപൂർവമായ രീതിയിലാണ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത്. ഇരുപക്ഷവും തമ്മിൽ ഒപ്പുവെച്ചിരുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായ തകർച്ചയാണ് ഈ പുതിയ യുദ്ധമുഖത്തിന് കാരണമായത് എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. കരാർ ലംഘിച്ചുകൊണ്ട് US സെൻട്രൽ കമാൻഡ് തുടർച്ചയായ രാത്രികളിൽ ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾക്കും അതുപോലെ തന്നെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ അതിശക്തമായ വ്യോമാക്രമണങ്ങൾ അഴിച്ചുവിടുകയുണ്ടായി. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രത്യാക്രമണം അമേരിക്കയെയും അവരുടെ പ്രാദേശിക സഖ്യകക്ഷികളെയും ഒരുപോലെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇപ്പോഴും ഇറാന്റെ വീര്യം കെട്ടടങ്ങിയിട്ടില്ല. അമേരിക്കൻ സൈന്യം സുരക്ഷിത താവളങ്ങളായി കരുതിയിരുന്ന ഇറാഖിലെയും സിറിയയിലെയും കേന്ദ്രങ്ങൾക്ക് പുറമെ പശ്ചിമേഷ്യയിലെ പ്രധാന ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യ, ജോർദാൻ, ഖത്തർ എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാനമായ US സൈനിക ആസ്തികളെ ലക്ഷ്യമിട്ട് ഇറാൻ വൻതോതിൽ മിസൈലുകളും ഡ്രോണുകളും വർഷിക്കാൻ തുടങ്ങി. അമേരിക്കയുടെ ആകാശ പ്രതിരോധത്തിന്റെ ആസ്ഥാനമായി അറിയപ്പെടുന്ന സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ഉണ്ടായ മിസൈൽ വർഷം ഇതിന് വ്യക്തമായ തെളിവാണ്. അമേരിക്കയുടെ അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിരിക്കുന്ന ജോർദാനിലെയും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ US ആസ്ഥാനങ്ങളിലൊന്നായ ഖത്തറിലെയും സൈനിക കേന്ദ്രങ്ങൾ ഒരേ സമയം ഇറാന്റെ അത്യാധുനിക കൃത്യതയാർന്ന മിസൈലുകൾക്ക് ഇരയായി തുടങ്ങി. ഈ നീക്കം മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണിപ്പോൾ. ഇവിടെ ശരിക്കും നഷ്ടം സംഭവിച്ചിരിക്കുന്നത് മറ്റാർക്കുമല്ല, അറബ് രാജ്യങ്ങൾക്കാണ്. ഇപ്പോഴും അമേരിക്കയെ താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ വാക്കുകേട്ട് ചലിക്കുന്ന അറബ് രാജ്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രത്യാക്രമണം അമേരിക്കയും അവരുടെ പ്രാദേശിക സഖ്യകക്ഷികളെയും ഞെട്ടിക്കുന്നതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് പിടിച്ചുകുലുക്കിയത് സൗദി അറേബ്യ അടക്കമുള്ള വമ്പന്മാരെയാണ്. വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം പോലും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഇതിന്റെ എല്ലാം കാരണക്കാരൻ ആരാണ്? അത് അമേരിക്കയോടുള്ള അവരുടെ സൗഹൃദമാണ്. സൗഹൃദം അവസാനിപ്പിക്കാനല്ല പറഞ്ഞു വരുന്നത്, പക്ഷേ ഇപ്പോൾ അവർ പാലിക്കുന്ന മൗനമുണ്ടല്ലോ, അത് വലിയ ആപത്താണ് അവരിലേക്ക് എത്തിക്കുക. കാരണം അമേരിക്ക കരുതിയത് ഇറാനെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കാമെന്നും വരുതിയിലാക്കാമെന്നുമാണ്. പക്ഷേ അങ്ങനെ ഒന്നുമല്ല സംഭവിച്ചത് എന്നത് പകൽ പോലെ നമുക്കറിയാവുന്നതാണ്. ഇറാന്റെ പോരാട്ട വീരത്തെ ഒന്ന് തൊടാൻ പോലും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. അവർ വീണ്ടും യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നു. വർഷങ്ങളായി അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തരായ സഖ്യകക്ഷിയായി നിലകൊള്ളുകയും പെന്റഗണിന്റെ എല്ലാവിധ അധിനിവേശങ്ങൾക്കും സ്വന്തം മണ്ണ് ഒരുക്കി നൽകുകയും ചെയ്ത സൗദി അറേബ്യ അടക്കം ഈ യുദ്ധത്തിൽ കനത്ത പ്രഹരമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്.
അമേരിക്കയ്ക്കൊപ്പം ഉറച്ചു നിന്ന സൗദിക്ക് ഇറാന്റെ മിസൈൽ പ്രത്യാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല. സൗദിയിലെ അൽഗർജ് മേഖലയിൽ US വ്യോമസേന താവളത്തിനു നേരെ ഉണ്ടായ ആക്രമണങ്ങൾ റിയാദിന്റെ സുരക്ഷാ വലയങ്ങളെ പോലും ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. അമേരിക്ക വിറ്റഴിച്ച കോടിക്കണക്കിന് ഡോളറിന്റെ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ വേഗതയെയും കൃത്യതയെയും തടയാൻ പൂർണ്ണമായും സാധിച്ചിട്ടില്ല. പലതും കരിഞ്ഞു പോയിരിക്കുകയാണ്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അയൽ രാജ്യത്തോട് ശത്രുത സമ്പാദിച്ച സൗദിക്ക് സ്വന്തം വ്യോമപാതകൾ അടക്കേണ്ടി വരികയും എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് ചുറ്റും സിവിൽ ഡിഫൻസിന് അടിയന്തര മുന്നറിയിപ്പ് സൈറണുകൾ മുഴക്കേണ്ടി വരികയും ചെയ്തിരിക്കുന്നു. സ്വന്തം പരമാധികാരം വിദേശ സൈന്യത്തിന് പണയം വെച്ചതിന്റെ സ്വാഭാവിക ദുരന്തമാണ് ഇന്ന് സൗദി അറേബ്യ അനുഭവിക്കുന്നത്. അമേരിക്കയാണല്ലോ സൗദിക്ക് എല്ലാം. എന്നാൽ ഇനിയെങ്കിലും നിങ്ങൾ മാറണം. അമേരിക്കയെ വിശ്വസിച്ച് അവരുടെ വിനാശകരമായ യുദ്ധങ്ങളിൽ പങ്കാളിയായിട്ടുള്ള അറബ് രാഷ്ട്രങ്ങൾക്ക് കഴിഞ്ഞ 6 മാസക്കാലമായി തുടരുന്ന ഈ യുദ്ധം വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ വളരെ ഭീമമാണ്. കൃത്യമായ കണക്കുകൾ പരിശോധിച്ചാൽ ആ ആഘാതത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകും. ഞാൻ കണക്കിലേക്ക് വരാം. ഈ യുദ്ധ കാലയളവിൽ സൗദി അറേബ്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് മാത്രം ഇറാന്റെ ഭാഗത്ത് നിന്ന് 38ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 435ലധികം ഡ്രോണുകളുമാണ് പതിച്ചത്. ഖത്തറിന് നേരെ 203 മിസൈലുകളും 87 ഡ്രോണുകളും, കുവൈത്തിനെ ലക്ഷ്യമാക്കി 237 മിസൈലുകളും 445 ഡ്രോണുകളും വന്നു പതിച്ചു. ജോർദാൻ വ്യോമസേനാ മിസൈലുകൾ തടഞ്ഞുവെന്ന് അവകാശപ്പെടുമ്പോഴും അവരുടെ മണ്ണിൽ 204ലധികം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൈനിക താവളങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളുടെ ആഘാതത്തിൽ സൗദി അറേബ്യയിൽ മാത്രം നിരവധി തദ്ദേശവാസികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. കുവൈത്തിൽ 11 പേരും, UAE-യിൽ 15 പേരും, ഖത്തറിൽ 18 പേരും ഇറാന്റെ ഈ പ്രത്യാക്രമണങ്ങളിൽ മരണപ്പെട്ടു. അവരെല്ലാവരും അവിടെയുള്ളവരാണ്. അവർക്ക് ഈ യുദ്ധത്തിൽ യാതൊരുവിധ പങ്കുമില്ല. സൗദിയിലെ റാസ്, തനൂറ, ഷെയ്ബ തുടങ്ങിയ പ്രധാന എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെയുണ്ടായ ഭീഷണികൾ സാമ്പത്തിക രംഗത്തെ പിടിച്ചു കുലുക്കി. ആഗോളതലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തു പാതയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ നിയന്ത്രണങ്ങളും അമേരിക്കൻ ഉപരോധവും വന്നതോടെ അറബ് രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതി പകുതിയിലധികം കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാന നഷ്ടമാണ് ഗൾഫ് മേഖലയ്ക്ക് ഉണ്ടാക്കിയത്. ഈ വിനാശകരമായ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് ജനത തങ്ങളുടെ ഭരണാധികാരികളോട് ചോദിക്കേണ്ട ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. അതിതാണ്, അമേരിക്കയോടൊപ്പം നിന്നിട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് നേടിയത് എന്ന്. യുദ്ധത്തിൽ ഇതുവരെ 14 അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. 414ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ അമേരിക്കയുടെ സ്വന്തം മണ്ണിൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നത് ഇവിടെ എടുത്തു പറയട്ടെ. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള വാഷിംഗ്ടണിൽ ഇരുന്ന് പെന്റഗണിലെ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഭൗമരാഷ്ട്രീയ കളികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇവിടെ ചാരമായി മാറുന്നതും കൊല്ലപ്പെടുന്നതും കുവൈത്തിന്റെയും സൗദിയുടെയും ഖത്തറിന്റെയും മണ്ണാണ്. അറബ് രാജ്യങ്ങളുടെ കോടിക്കണക്കിന് ഡോളർ വാങ്ങി ആയുധങ്ങൾ വിറ്റഴിച്ച അമേരിക്കൻ പ്രതിരോധ കമ്പനികൾ മാത്രമാണ് ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ. നഷ്ടം സംഭവിച്ചതിലേറെയും ഈ അറബ് രാഷ്ട്രങ്ങൾക്കും. നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ പ്രാദേശിക ശക്തികൾ ആവശ്യപ്പെട്ടിട്ടും സ്വന്തം ആയുധ കച്ചവടം നിലനിർത്താനും മേഖലയിലെ മേധാവിത്വം പുലർത്താനും വേണ്ടി അമേരിക്ക യുദ്ധം നീട്ടിക്കൊണ്ടേ പോവുകയാണ് ഇപ്പോഴും. വിദേശ ശക്തികളുടെ ഈ വഞ്ചനയും കബളിപ്പിക്കലും തിരിച്ചറിഞ്ഞ് സ്വന്തം ജനങ്ങളെ മരണമുനമ്പിലേക്ക് തള്ളിവിടുന്ന ഈ അമേരിക്കൻ പക്ഷപാതിത്വം അറബ് ലോകം ഇനിയെങ്കിലും അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ കാത്തിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വമ്പൻ ദുരന്തങ്ങളായിരിക്കും. എണ്ണ രാഷ്ട്രീയത്തിൽ പോലും അമേരിക്കയുടെ കൂട്ടുപിടിക്കുന്ന സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ജാഗ്രത പാലിക്കണം. നിങ്ങളെ രക്ഷിക്കാൻ അമേരിക്ക വന്നു എന്ന് വരില്ല. അവർ വാഗ്ദാനം നൽകി പറ്റിക്കുക തന്നെ ചെയ്യും. അമേരിക്കയുടെ വാക്കിന് എന്ത് വിലയാണുള്ളത് എന്നത് ചരിത്രം മാത്രം പരിശോധിച്ചാൽ മതി. ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി നിൽക്കണം. ഇറാൻ എന്ന രാഷ്ട്രത്തിന് സൗദിയോടും ഖത്തറിനോടും കുവൈറ്റിനോടും പ്രശ്നങ്ങളില്ല. അവിടെ പ്രശ്നമുള്ളത് അമേരിക്കയോടാണ്. അമേരിക്കയെ താങ്ങുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ദുരിതങ്ങളുടെ കാരണമാകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉചിതമായ തീരുമാനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തില്ല എങ്കിൽ വലിയ ദുരന്തം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ അവസാനിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.